ഇന്ന് നമ്മളൊരു ബ്രെഡ് ഓംലെറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാവില്ല, എല്ലാവരും ഉണ്ടാക്കും, ഞാനും ഉണ്ടാക്കാറുണ്ട്. പക്ഷേ സാധാരണ ബ്രെഡ് വേറെ ഓംലെറ്റ് വേറെ ഉണ്ടാക്കിയിട്ട് അതിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇത് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ 4 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് സവാള, തക്കാളി, പച്ചമുളക്, മല്ലിയില, മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഒരു ബീറ്ററോ ഒരു സ്പൂണോ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഞാനൊരു സ്ട്രീറ്റ് ഫുഡായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ആ ബ്രെഡ് ഇങ്ങനെ ഓംലെറ്റിൽ ഇങ്ങനെ കവർ ചെയ്ത് വന്നിട്ട് ഭയങ്കര രസമായിരുന്നു. അപ്പോൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ആദ്യം ഞാനൊരു 3-4 കഷ്ണം ബ്രെഡ് എടുത്തിട്ട് ആ ഒരു നമ്മൾ മുട്ടയുടെ മിക്സ് ചെയ്തില്ല, അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ കുറച്ചിങ്ങനെ പരത്തിയിട്ട് ആ ഒരു ഓംലെറ്റ് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചൊക്കെ വെച്ചു. അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ട 2 പീസ് ബ്രെഡ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക്. എന്നിട്ട് കുറച്ച് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കുക്കായതിന് ശേഷം നമ്മൾ 4 സൈഡിൽ നിന്നും ആ ഒരു മുട്ട എടുത്തിട്ട് ഇങ്ങനെ ആ ഒരു ബ്രെഡിലേക്ക് കവർ ചെയ്ത് വെക്കണം. പക്ഷേ എനിക്ക് ഫസ്റ്റ് തന്നെ ജസ്റ്റ് ഒന്ന് അങ്ങനെ മുറിഞ്ഞു പോയി കേട്ടോ. 2 സൈഡ് ഞാൻ നല്ല രീതിയിൽ തന്നെ കവർ ചെയ്ത് വെച്ചു. ബാക്കി 2 സൈഡിൽ എനിക്ക് കിട്ടുന്നില്ലായിരുന്നു കേട്ടോ അത്രയും. പക്ഷെ പരത്തി ഒഴിച്ചിട്ടും അത്രയും കിട്ടിയില്ല. പിന്നെ ഒരുവിധം ഒന്ന് സെറ്റാക്കി എടുത്തു. പിന്നെ നമുക്കിനി അതൊന്ന് മറിച്ചിടണം, ഈ ഒരു സൈഡും കൂടെ കുക്കായി കിട്ടണ്ടേ. അപ്പോൾ അതിനായിട്ട് ഞാൻ വേറൊരു തവിയും കൂടെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് സൈഡിലൊക്കെ കുറച്ചൊന്ന് എണ്ണയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു സൈഡ് ഏകദേശം ഒന്ന് കുക്കാക്കിയതിന് ശേഷം നമുക്ക് ഇനി ആ ഒരു ബ്രെഡ് കാണാത്ത രീതിയിലൊന്നിങ്ങനെ മറിച്ച് വെക്കണം. അപ്പോൾ ഒരുവിധം ഞാനിതാ തട്ടിയൊക്കെ റെഡിയാക്കി എടുത്ത് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയല്ലായിരുന്നു കേട്ടോ. അവർ ജസ്റ്റ് ഇങ്ങനെ 2 ബ്രെഡ് വെച്ചിട്ട് 4 സൈഡൊന്നും കവർ ചെയ്ത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. 2 മുട്ട ഉപയോഗിച്ചിട്ട് നല്ല വലിയ രീതിയിൽ കവർ ചെയ്തു. ഇത് എൻ്റെത് കുറച്ച് സൈഡിലൊക്കെ മുറിഞ്ഞ് ബ്രെഡൊക്കെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അടുത്തതിൽ സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഇതുപോലെ എണ്ണയൊക്കെ ഒഴിച്ച് ആ ബാക്കി മുട്ടയൊക്കെ ഒഴിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഏകദേശം ഒന്ന് കുക്കായ സമയത്ത് ഇതിലേക്ക് 2 പീസ് ബ്രെഡ് വെച്ചിട്ടോ. പക്ഷേ ആ ഒരു ബ്രെഡ് നേരത്തെ അത്ര പോലും കവർ ചെയ്യാൻ കിട്ടിയിട്ടില്ലായിരുന്നു. കാരണം 4 മുട്ട എടുത്തിട്ട് 2 സെറ്റ് ഓംലെറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. പക്ഷേ അവർ ചെയ്തത് എനിക്ക് തോന്നുന്നു വല്ല പാലോ വെള്ളമോ എന്തൊക്കെ ചേർക്കുന്നുണ്ടോ, നമ്മൾ കാണുന്നില്ല ചേർക്കുന്നൊന്നും, എന്താണെന്നറിയില്ല. അത് കറക്റ്റായിട്ട് സെറ്റായിട്ട് ഫുള്ള് കവർ ചെയ്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. കാരണം അതിങ്ങനെ കടിക്കുന്ന സമയത്ത് നമുക്ക് നടുക്ക് ബ്രെഡും മേലെയും താഴെയായിട്ട് ഇങ്ങനെ ഓംലെറ്റുമായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതും ടേസ്റ്റൊക്കെ അടിപൊളിയാണ്, പക്ഷെ കാണാനൊരു ലുക്കില്ലായിരുന്നു കേട്ടോ. 2ാമത്തെ സെറ്റ് ഞാൻ ഏകദേശം ഒന്ന് സെറ്റാക്കി എടുത്തു. അങ്ങനെ വളരെ ഈസി ആയിട്ടുള്ള ബ്രെഡ് ഓംലെറ്റ് വലിയൊരു ടാസ്ക് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ 2 സെറ്റ് ബ്രെഡ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.